സർ, സി എം വിജയ് ഇവിടെ ഉന്നയിച്ച വിഷയത്തെ ഞാനും പിന്തുണയ്ക്കുകയാണ് സർ. നമ്മുടെ രാജ്യത്തെ ഞെട്ടിച്ച ഒരു പരീക്ഷാ കുംഭകോണം എന്ന് തന്നെ വിശേഷിപ്പിക്കാവുന്നതാണ് സർ നീറ്റ് നെറ്റ് പരീക്ഷാ ചോദ്യപേപ്പർ ചോർച്ച. 2024 നീറ്റ് പരീക്ഷാ ചോദ്യപേപ്പർ പരീക്ഷയുടെ ഒരു ദിവസം മുമ്പ് തന്നെ ചോർന്നതായി ആരോപണം ഉയർന്നിരുന്നു. ലക്ഷക്കണക്കിന് രൂപ കൈക്കൂലി വാങ്ങിയാണ് ചോദ്യപേപ്പർ ചോർത്തിയത് നൽകിയത് എന്നാണ് പുറത്തു വന്നുകൊണ്ടിരിക്കുന്ന വിവരങ്ങൾ. ബീഹാറിലെ പാറ്റ്നയിലാണ് ചോദ്യപേപ്പർ ചോർന്ന വിവരം ആദ്യം റിപ്പോർട്ട് ചെയ്തത്. രാജ്യത്തെ ഏറ്റവും അധികം വിദ്യാർത്ഥികൾ എഴുത്തു പരീക്ഷ എന്ന പേരും ഇതിനുണ്ട്. പരീക്ഷാഫലം മുൻനിശ്ചയിച്ച തീയതിക്ക് മുമ്പേ തന്നെ വന്നത് ഇതിലെ ക്രമക്കേട് വിളിച്ചോതുന്നു എന്നത് യാഥാർത്ഥ്യമാണ് സർ. നിരവധി പേർക്ക് ഒരേ സ്കോർ ലഭിച്ചത് വിദ്യാർത്ഥികളിൽ ആശങ്കയും സംശയങ്ങളും ഉളവാക്കി. ഇത്തരം പരീക്ഷാ ക്രമക്കേടുകൾക്ക് കൂട്ടുനിന്നത് കേന്ദ്രമാണെന്ന് വ്യക്തമാണ്. രാജ്യത്ത് പെരുകി വരുന്ന കോച്ചിങ് സെൻ്ററുകളുടെ സാമ്പത്തിക താൽപ്പര്യങ്ങൾ മാത്രം തൃപ്തിപ്പെടുത്തുന്ന പരീക്ഷകൾ വൻ സാമൂഹ്യ പ്രത്യാഘാതങ്ങൾ സൃഷ്ടിക്കുമെന്നതിൽ യാതൊരു സംശയവുമില്ല. സച്ചിൻ ഇവിടെ സൂചിപ്പിച്ചതുപോലെ മാധ്യമങ്ങളൊന്നും അന്നും അതിൻ്റെ 2 ദിവസം കഴിഞ്ഞപ്പോഴും ഒന്നും റിപ്പോർട്ട് ചെയ്തിട്ടില്ലെങ്കിലും ഇന്നത്തെ പത്രങ്ങളിൽ വളരെയധികം പ്രാധാന്യത്തോടു കൂടി എല്ലാ പത്രങ്ങളും കൊടുത്തിട്ടുണ്ട് സർ. മാധ്യമം കാവ്യ അണിഞ്ഞ അഴിമതി പരീക്ഷകൾ, ദേശാഭിമാനി നീറ്റ് കുംഭകോണം പരീക്ഷാ മാഫിയക്ക് കൂട്ടുകേന്ദ്രം സർ, മനോരമ നീറ്റ് വിശ്വാസ്യത വീണ്ടെടുത്തേ തീരും, കേരള കൗമുദി നീറ്റ് നെറ്റ് ചോദ്യപേപ്പർ ചോർച്ച എന്തുകൊണ്ട്, മാതൃഭൂമി ചോദ്യപേപ്പർ ചോർന്ന നീറ്റ് പരീക്ഷാ കേന്ദ്രം കുറ്റം NTAയുടെ തലയിൽ കെട്ടിവെക്കാനുള്ള ശ്രമം. സർ, ഇത് വളരെ ഗൗരവത്തോടു കൂടിയാണ് ഇന്ന് ലോകം കാണുന്നത്. നീറ്റ് UG പരീക്ഷാ ചോദ്യപേപ്പർ ചോർച്ചയെ തുടർന്ന് നീറ്റ് PG പരീക്ഷ റദ്ദാക്കിയത് നിരവധി പരീക്ഷാർത്ഥികളെ വെട്ടിലാക്കി. മറ്റ് സംസ്ഥാനങ്ങളിൽ പരീക്ഷ എഴുതുന്നവർ നേരത്തെ തന്നെ പുറപ്പെട്ടിരുന്നു. ചോദ്യപേപ്പർ ചോർച്ചയെ തുടർന്ന് പുറത്തുവരുന്ന വിവരങ്ങൾ ഞെട്ടിപ്പിക്കുന്നതാണ്. രാജ്യത്തെ ഏറ്റവും വലിയ പരീക്ഷയിലൊന്നായ നീറ്റ് പരീക്ഷാ ചോദ്യപേപ്പർ വളരെ ലാഘവത്തോടെ ഓട്ടോറിക്ഷയിലാണ് കൊണ്ടുപോയതെന്നാണ് ഒരു വിവരം. ഇതേ തുടർന്ന് പല പരീക്ഷകളുടെ സാധുതയും ചോദ്യം ചെയ്യപ്പെട്ടിരിക്കുകയാണ് സർ. ഇത് സാധാരണക്കാരായ മിടുക്കരായ വിദ്യാർത്ഥികളുടെ ആത്മവിശ്വാസം തകർക്കുമെന്നതിൽ യാതൊരു സംശയവുമില്ല സർ. രാജ്യത്തെ പ്രമുഖ കോച്ചിങ് സെൻ്ററുകളെ കേന്ദ്രീകരിച്ച് അന്വേഷണം നടത്തേണ്ട ഒന്നാണിത്. സമഗ്രമായ അന്വേഷണം നടത്തി എല്ലാ കുറ്റക്കാരെയും നിയമത്തിന് മുന്നിൽ എത്തിച്ച് പരമാവധി ശിക്ഷ നൽകണം സർ. രാജ്യദ്രോഹ നടപടിയായി ഇതിനെ കണക്കാക്കണമെന്നാണ് എൻ്റെ അഭിപ്രായം. ഇതിൽ എടുക്കുന്ന കർശന നിലപാടുകളായിരിക്കും ദേശീയ പരീക്ഷകളിലൂടെ വിശ്വാസ്യത വീണ്ടെടുക്കാൻ സഹായിക്കുന്നത് എന്ന് നമുക്ക് കാണാൻ സാധിക്കുന്നതാണ് സർ. വിദ്യാർത്ഥികൾക്ക് ആത്മവിശ്വാസത്തോടെ പരീക്ഷ എഴുതുന്നതിനുള്ള പ്രേരകമാകുന്നതും എന്ന വസ്തുത കേന്ദ്ര ഭരണാധികാരികൾ മനസ്സിലാക്കണമെന്ന് ഞാൻ അഭിപ്രായം സർ. നമ്മൾ എന്ത് തന്നെ പറഞ്ഞാലും കേരളത്തെ പോലുള്ള ഒരു സംസ്ഥാനത്തിന് മാത്രമേ ഇത്രമാത്രം ശക്തിയോടുകൂടി ഇതിനെതിരെ പ്രതികരിക്കാൻ സാധിക്കുകയുള്ളൂ. കാരണം ജനാധിപത്യ രീതിയിൽ എല്ലാ കാര്യങ്ങളും മുന്നോട്ട് കൊണ്ടുപോകുന്ന സംസ്ഥാനമാണ് സർ കേരളം. അപ്പോൾ കേരളത്തിലുള്ള ഇത്തരത്തിലുള്ള അഭിപ്രായം ശ്രീ വിജിൻ ഇവിടെ ഉന്നയിച്ചത് നമ്മുടെ ഈ ഇന്ത്യയിലെ മുഴുവൻ വിദ്യാർത്ഥികൾക്കും മാത്രമല്ല, കേരളത്തിലെ വിദ്യാർത്ഥികൾക്കും മാത്രമല്ല, അതേസമയം നമുക്കൊക്കെ തന്നെ എല്ലാവരെയും കണ്ടുകൊണ്ട് മുന്നോട്ട് പോകുന്നൊരു സ്ഥിതിയാണ് സർ. വിദ്യാഭ്യാസത്തെക്കുറിച്ച് പറയുമ്പോൾ നമ്മൾ എന്ത് തന്നെ പറഞ്ഞാലും അത് വിദ്യാർത്ഥി സൗഹൃദമായിരിക്കണം വിദ്യാഭ്യാസം. സ്റ്റുഡൻസ് ഫ്രണ്ട്ലി എഡ്യൂക്കേഷൻ സർ. വിദ്യാർത്ഥികൾക്ക് കൂട്ടുനിൽക്കുന്ന രൂപത്തിലേക്കുള്ള വിദ്യാഭ്യാസ സമ്പ്രദായമായിരിക്കണം. അത് ആര് ഇടപെട്ടാലും അതിനെ മറ്റൊരു രീതിയിൽ കണ്ടുകൊണ്ട് മുന്നോട്ട് പോകുമ്പോൾ നമ്മൾ എന്ത് തന്നെ പറഞ്ഞാലും നമുക്കറിയാം, ഇന്ത്യ രാജ്യം ഭരിച്ചുകൊണ്ടിരിക്കുന്ന RSS മാഫിയ ഇതിൻ്റെ അടിയിൽ പ്രവർത്തിച്ചുകൊണ്ട് ലാഭമുണ്ടാക്കുകയും പണം സമ്പാദിക്കുവാനും ശ്രമിക്കുന്ന രീതിയിലാണ് സർ മുന്നോട്ട് പോകുന്നത്. ഒരു പൊതുപ്രവേശന പരീക്ഷ നടത്താൻ പോലും കഴിയാത്ത സർക്കാരായിട്ട് ഇന്ന് കേന്ദ്ര സർക്കാർ മാറിയിരിക്കുകയാണ് സർ. ക്രമക്കേട് നടന്നൊരു പരീക്ഷയിൽ വിജയിച്ച് ഒരാൾ ഡോക്ടറായാൽ അത് സമൂഹത്തിനുണ്ടാകുന്ന പ്രത്യാഘാതങ്ങളെക്കുറിച്ച് ഇവിടെ ശ്രീ ചന്ദ്രശേഖരൻ ഇവിടെ സൂചിപ്പിച്ചു. അതിനാൽ ഇത്തരം പ്രവേശന പരീക്ഷകളിൽ 0.01% പിഴവെങ്കിൽ പോലും അത് തിരുത്താനുള്ള ജാഗ്രത സർക്കാരിനും പരീക്ഷാ ഏജൻസികൾക്കുമുണ്ട്. ദേശീയ മെഡിക്കൽ പ്രവേശന പരീക്ഷയായ നീറ്റ് ചോദ്യപേപ്പർ ചോർച്ചയുടെ പശ്ചാത്തലത്തിൽ പരീക്ഷ റദ്ദാക്കണമെന്നാവശ്യപ്പെട്ട് ഏതാനും രക്ഷിതാക്കൾ സുപ്രീം കോടതിയിൽ സമർപ്പിച്ച റിട്ട് ഹർജി പരിഗണിക്കവേ ജസ്റ്റിസ് വിക്രംനാഥ് നടത്തിയ പരാമർശമാണിത്. പരീക്ഷ റദ്ദാക്കാൻ തൽക്കാലം കോടതി വിസമ്മതിച്ചുവെങ്കിലും പരീക്ഷ ഏജൻസിയായ NTA ജാഗ്രതക്കുറവിനെ കോടതി രൂക്ഷമായ ഭാഷയിൽ വിമർശിക്കുകയുണ്ടായി സർ. ഈ കേസ് പരിഗണിക്കുമ്പോൾ ചോദ്യപേപ്പർ ചോർച്ച കേവലം ആരോപണം മാത്രമായിരുന്നു എന്തായാലും വിദ്യാർത്ഥികളുടെ ഗ്രേസ് മാർക്കിനെ ചൊല്ലിയുള്ള തർക്ക വിഷയവും. എന്നാൽ ഇതിപ്പോഴാണ് രാജ്യത്തെ അന്താരാഷ്ട്ര സമൂഹത്തിന് മുന്നിൽ നാണം കെടുത്തുന്നതും ഇക്കാലം അത്രയും കേട്ടിട്ടില്ലാത്തതുമായ വലിയൊരു അഴിമതിയായി ദേശീയ പ്രവേശന പരീക്ഷകളും അവയുടെ നടത്തിപ്പും മാറിയിരിക്കുന്നു. ഉന്നത വിദ്യാഭ്യാസ മേഖലയിൽ ഹിന്ദുത്വം അജണ്ട നടപ്പാക്കുന്നതിനോടൊപ്പം
ആ സംസ്ഥാനത്തെ മുഴുവനായും അഴിമതിയുടെയും സ്വജനപക്ഷത്തിൻ്റെയും കൂത്തരങ്ങാക്കി ആക്കിയ മോദി ഭരണകൂടം പരീക്ഷാ അഴിമതികളുടെ അരക്കോടിയോളം വരുന്ന വിദ്യാർത്ഥികളുടെയും രക്ഷിതാക്കളുടെയുമാണ് പൊരുവെയിലിൽ നിർത്തിയിരിക്കുന്നത്. 23 ലക്ഷത്തിലധികം വരുന്ന വിദ്യാർത്ഥികൾ എഴുതിയ നീറ്റ് പരീക്ഷയുടെ ചോദ്യപേപ്പർ ചോർന്നതിൻ്റെ മാത്രമല്ല, ഇതിനായി ആസൂത്രിതമായ പല നീക്കങ്ങളും ഭരണകൂടത്തിൻ്റെ ഒത്താശയോടെ നടന്നുവെന്നത് കൂടിയാണ് സർ ഇതിനധികം അറസ്റ്റിലായ വിദ്യാർത്ഥികളുടെ ഇടനിലക്കാരുടെയും കുറ്റസമ്മത മൊഴികളിൽ നിന്ന് വ്യക്തമാക്കുന്നത്. സർ, ഈ പരീക്ഷകൾ ഇതിനെതിരെയുള്ള ഒരു വലിയ കൂട്ടായ്മയോടുകൂടിയുള്ള ഒരു രീതിയിലുള്ള ഒരു നിവേദനം അല്ലെങ്കിൽ ഒരു അഭ്യർത്ഥന കേന്ദ്രത്തോട് വിളിച്ചുകൊണ്ട് അതിൻ്റെ സുതാര്യത ഉറപ്പുവരുത്താനുള്ള ശ്രമം നമ്മുടെ ഭാഗത്തുണ്ടാവണം. അതിനുവേണ്ടി ശ്രീ വിജിൻ ഇവിടെ അവതരിപ്പിച്ച അപേക്ഷത്തെ ഒന്നുകൂടി പിന്താങ്ങിക്കൊണ്ട് ഞാൻ നിർത്തുന്നു.